ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ പൊതുവേ വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ പുറത്ത് ഒരു കുഞ്ഞു കിച്ചണുണ്ട്, അവിടെ വെച്ചാട്ടോ വീഡിയോ എടുക്കാറ്. പക്ഷേ ഇന്ന് മുതൽ എൻ്റെ ചാനലിൽ ഞാൻ കുക്ക് ചെയ്യണത് മൊത്തം ഈ കിച്ചണിലായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കിച്ചണിൽ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കിച്ചൺ മൊത്തം ഗ്രില്ലിട്ടത്. അപ്പോൾ ഈ പുറത്ത് വെട്ടവും അകത്തെ വെട്ടവും കൂടി ആകുമ്പോൾ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്താക്കാമെന്ന് കരുതി ഞാൻ ഇന്ന് മുതൽ ഇവിടെ കുക്കിംഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലി ആട്ടോ, ഇഡ്ഡലിക്കുള്ള മാവ് ഞാൻ തലേന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പാത്രത്തിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് തൊട്ട് എൻ്റെ ഉമ്മായൊക്കെ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കും. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എയർ പാസ് കയറാണ്ടിരിക്കാനും മാവ് അതുമൂലം പൊങ്ങി വരുമല്ലോ അതിനായിട്ട്. പക്ഷെ ഞാൻ അതങ്ങനെ പണ്ട് ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോഴും ഇങ്ങനെ കല്ലെടുത്ത് വയ്ക്കട്ടെ, ഒരു വെയിറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കും. സാധാരണ ഒരു മൂടി വെച്ച് അങ്ങോട്ട് അടച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ചെയ്ത് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴും ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തട്ടിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. കാരണം നമുക്ക് ഇഡ്ഡലി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഒട്ടും പൊട്ടിപ്പോവാണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഇങ്ങോട്ട് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ച് നോക്കിയപ്പോൾ ബർണറൊന്നും നല്ല ഫോഴ്സിൽ കത്തണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇവിടെ കുക്ക് ചെയ്യലില്ല, അതുകൊണ്ട് തന്നെ അത് കത്തണില്ല കേട്ടോ, നല്ല ഫോഴ്സിൽ കത്തണ്ടായിരുന്നില്ല. പിന്നെ അതേ ന്യൂസ് പേപ്പർ എടുക്കാറുണ്ടോ. സാധാരണ പിള്ളേരൊക്കെ പോയതിന് ശേഷമായിരിക്കും ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ പേപ്പർ എടുക്കുകയുള്ളൂ. പൊതുവെ ഇന്ന് ഹസ്ബൻഡ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. സാധാരണ ന്യൂസ് പേപ്പർ ഇടുന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് ഒക്കെ ഇടും. അപ്പോൾ പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഹസ്ബൻഡ് അത് കാണാറൊന്നുമില്ല. എനിക്കിത് കറക്റ്റ് റോട്ടിൽ വരെ വെച്ച് എനിക്ക് ഇവിടുത്തെ ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ അങ്ങനെ മിസ്സാവും. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഓർത്തു ഇന്നെന്താ ന്യൂസ് പേപ്പർ വന്നില്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷേ ആക്ച്വലി പുള്ളി ചിലപ്പോഴൊക്കെ കാണൂല. അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ പോകും. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് അകത്തേക്ക് വന്നു. ഇഡ്ഡലി കുക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിനുള്ള ചമ്മന്തിയാണല്ലോ ഉണ്ടാക്കേണ്ടത്. ചമ്മന്തി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉഴുന്നിടും കേട്ടോ. ഉഴുന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കും. അതിലേക്ക് ഉള്ളി ഇടും. പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ലേശം മുളക് പൊടി ഇടും കേട്ടോ. നമ്മൾ കൊല്ലമുളക് ഇല്ലാതുണ്ടെങ്കിൽ നമുക്ക് വറുക്കണേൻ്റെ ഒപ്പം ഇട്ടിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അരച്ചെടുക്കാം. പക്ഷേ കൊല്ലമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കണതിന് തൊട്ട് മുമ്പ് തേങ്ങയിലേക്ക് പച്ചമുളക് ചേർക്കുകയാണ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് ഇഡ്ഡലിനോട് അത്ര പ്രിയമല്ല, അതുകൊണ്ട് ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന ദിവസം എന്നോട് പറയും ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് 3 ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വെന്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാണ്ട് വെച്ചായിരുന്നു. കാരണം അത് വിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കിച്ചണിൽ പരിപാടികൾ ക്ലീനിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ വേഗം ചെയ്യാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ലഞ്ചിനുള്ള കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. മോരുകറി ഉണ്ടാക്കി, മോരുകറി തലേന്ന് ഉണ്ടാക്കി വെച്ചതാട്ടോ. പിന്നെ തോരനുണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കറികൾ. പിന്നെ നമ്മൾ ഒരു എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ്ഗ് പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. കുട്ടികളെ സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വേഗം ഒരു ബിസി മോർണിംഗ് തന്നെയാണ്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ലഞ്ചൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. രാവിലത്തെ ജോലി തിരക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയാണ്. അത് പിന്നെ പിള്ളേർ സ്കൂളിൽ പോണ വീടുകളിൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ബിസി ഷെഡ്യൂളായിരിക്കും രാവിലെ തന്നെ. അപ്പോൾ പിന്നെ പിള്ളേർ ലഞ്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിള്ളേർ പോയി. പിന്നെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എൻ്റെ വീട്ടിലെ കുറച്ചല്ല, ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൽ 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കിളിയെ ഇങ്ങനെ സംരക്ഷിച്ച് പോരാ കേട്ടോ. അപ്പം ഞാൻ എന്നും നോക്കും ഈ കിളി അതിലിരിക്കുന്നുണ്ട്. ചില സമയത്ത് അമ്മക്കിളി ഇങ്ങനെ തീറ്റ അടി പോകും കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിൽ അമ്മക്കിളി ഇരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആളൊന്ന് പയ്യെ പൊങ്ങിയിട്ടോ, പക്ഷെ അവിടെ നിന്ന് പറന്നൊന്നും പോകില്ല. കുഞ്ഞിൻ്റെ മുട്ടയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പറന്നു പോകില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഇവിടെ ഇതിനു മുമ്പും കിളി കൂട് വെച്ച് പാർത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കൂടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് പയ്യെ കിളി ഒന്ന് പറന്നു പോയിട്ടോ. പിന്നെ ഞാൻ മുറ്റത്ത് നോക്കിയപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കാട് പിടിച്ച്. കാര്യം കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുല്ലുകൾ, ചെറിയ ചെറിയ പുല്ലുകൾ. പിന്നെ വീട്ടിൽ ഞാൻ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ കിച്ചണിൻ്റെ അകത്തുള്ള ഒരു ചെടി, ഒരു സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു. അത് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലറിയാലോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവരുടെ ബോഡി പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടി ഇതേ അവസാനം അതിൻ്റെ വേരക്കിനൊക്കെ എന്തൊക്കെയോ പറ്റി, വേരൊക്കെ പറഞ്ഞ് ആകെ ചെരിഞ്ഞ് ആകെ വൃത്തികേടായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് പയ്യെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിനെ ആദ്യം ഒന്ന് പറിച്ചിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് ആ ചെട്ടിയിൽ തന്നെ മണ്ണ് നിറച്ച് ഒന്ന് വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ചെടികളെന്നൊക്കെ പറഞ്ഞാൽ അതേ എൻ്റെ 2 സൈഡ് നോക്കിയാൽ കാണാം ചെടികൾ ഇങ്ങനെ വച്ചേക്കാം. അപ്പോൾ പിള്ളേരൊക്കെ പൊതുവേ ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ പിള്ളേരങ്ങനെ ശ്രദ്ധിക്കില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ചെടികളൊക്കെ ഇങ്ങനെ തട്ടിക്കളയും. ഇങ്ങനെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ നടക്കണ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടും. അപ്പോൾ ഇങ്ങനെ ചെടി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ചെടിയുടെ വേരൊന്നും പിടിക്കാണ്ടൊക്കെ വരുമല്ലോ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് അതിനെയൊക്കെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാണ്. പിന്നെ ചെടികളുടെ ചോട്ടിൽ അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ, അതായത് പച്ചക്കറിയുടെ വേസ്റ്റ്, ചായപ്പൊടി, മുട്ടത്തൊണ്ടില്ല, അതൊക്കെ ഞാനിങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് പണ്ട് തുടങ്ങി ഇങ്ങനെ ചെയ്തു തരാം. അപ്പോൾ എൻ്റെ ചെടിയുടെ ചട്ടിയുടെ ഉള്ളിൽ നോക്കിയാൽ കാണാം ഈ മുട്ടത്തൊണ്ട് ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് ആകെ വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുറത്തുനിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ലെയറായിട്ട് മണ്ണ് കിടക്കും, അതിൻ്റെ മേലെ ഇതുപോലത്തെ വേസ്റ്റ് ഇടും, അതിൻ്റെ മേലെ പിന്നെ മണ്ണ്, അങ്ങനെ ഞാനിങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്ന എൻ്റെ പുന്നാര ചെടികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ വൈകുന്നേരം ആട്ടെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം. അങ്ങനെ ചെടികൾക്ക് ഇന്ന് വെള്ളമൊക്കെ ഒഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, സീ യു.